പിണറായി വിജയൻ നാക്കെടുത്താൽ നുണ പറയുന്ന ആളെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. FRCA വിഷയത്തിൽ ആദ്യം പ്രധാനമന്ത്രിക്ക് കത്തയച്ചത് താനാണ്. FRCA ഭേദഗതി രാജ്യത്തെ ന്യൂനപക്ഷ വേട്ടയുടെ ഭാഗമാണ്. SDPI വോട്ട് വേണ്ടെന്ന് പാലക്കാട് ആർജവത്തോടെ പറഞ്ഞത് UDF ആണ്. SDPI പോലുള്ള സംഘടനകളുടെ വോട്ടിനായി മുഖ്യമന്ത്രി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യുമെന്നും വി.ഡി. സതീശൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. സഹിൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പറവൂരിൽ ശക്തമായ പ്രചരണത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. എങ്ങനെയുണ്ട് പ്രചരണം? അല്ല, ഞാൻ വളരെ കുറച്ച് ദിവസം മാത്രമേ ഇവിടെയുള്ളൂ. 14 ജില്ലയിലും പ്രചരണത്തിന് പോകണം. അതുകൊണ്ട് സാധാരണ നിൽക്കുന്നതിൻ്റെ ഒരു 5-1 സമയം ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. പക്ഷേ നമുക്ക് മികച്ച സംഘടനാ സംവിധാനമുള്ളൊരു സ്ഥലമാണ്. അവർ നന്നായി ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും അറിയാവുന്നതാണ്, പേരെടുത്ത് വിളിക്കാൻ അറിയാവുന്ന ബന്ധമുള്ളതാണ്. ഒരു കുടുംബം പോലെയാണ് എനിക്കിവിടെ. ഞാനൊരു രാഷ്ട്രീയമായിട്ടല്ല ഇതിനെ കാണുന്നത്, അല്ലാതെ ഒരു വ്യക്തിപരമായ ഒരു ബന്ധമാണ്. സംസ്ഥാനത്ത് UDFന്റെ ഒരു മൊത്തം അവസ്ഥ എങ്ങനെയാണ്? 100-ലധികം സീറ്റുമായി UDF തിരിച്ചു. ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പറയുന്നത് FRCAയിൽ ഈ UDF ഒരു നിലപാട് പറഞ്ഞില്ല എന്നുള്ള ഒരു മുഖ്യമന്ത്രി അയക്കുന്നതിന് മുമ്പ് പ്രധാനമന്ത്രിക്ക് കത്തയച്ചാളാണ് ഞാൻ. മുഖ്യമന്ത്രി ഇപ്പോൾ വായെടുത്ത കള്ളമെന്ന് പറയുന്നത്. ആദ്യം കത്തയച്ചത് പ്രധാനമന്ത്രിക്ക്. നിങ്ങൾക്ക് വാർത്ത കിട്ടിയില്ലേ? ആദ്യം പ്രധാനമന്ത്രിക്ക് കത്തയച്ചത് ആരാ? ആദ്യം കേരളത്തിലെ FCRI വിഷയത്തിൽ പ്രതികരിച്ച ആരാ? ഞാനാണ് പ്രതികരിച്ചത്. UDFന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രതികരിക്കുന്നത്. വ്യക്തിപരമായ പ്രതികരണമല്ലല്ലോ. മുഖ്യമന്ത്രി ഇപ്പോൾ വായെടുത്ത നുണയാണ് പറയുന്നത്. ഞാൻ കത്തയച്ചതിന് ശേഷമാണ് മുഖ്യമന്ത്രി കത്തയച്ചത്. അതോടൊപ്പം തന്നെ ഈ ഡീൽ ഒരു പുകമറയാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അത് അദ്ദേഹം പ്രതിരോധത്തിലായി പോയി കഴിഞ്ഞാൽ പിന്നെ പുകമറയെന്നോ നുണയെന്നോ എന്തു വേണേലും പറയാമല്ലോ. പറയുന്നത് പാലക്കാട് എല്ലാവരും കണ്ടതാണ്. അതായത് വർഗീയ കക്ഷികളുമായി UDF കൂട്ടുകൂടുമെന്ന്. ഞങ്ങൾ ഒരാളുമായിട്ട് കൂട്ടുകൂടിയില്ല. ഞങ്ങൾ SDPI ഞങ്ങൾക്ക് പിന്തുണ തന്നപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ പ്രസ്ഥാനമാണ് UDF. അഭിമാനത്തോടെ പറയാം. തന്നെ ഈ രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നത് ഇത് ക്രൈസ്തവ സമൂഹത്തിന് FRCA ഒരിക്കലും ഒരു വെല്ലുവിളി ആകില്ല എന്നുള്ളതാണ്. അങ്ങനെയാണോ അതിനെ കാണുന്നത്? അതിലെ പ്രൊവിഷൻസ് വായിച്ചു നോക്കണം. അതിലത്തെ പ്രൊവിഷൻസ് ഇത് ലൈസൻസ് റിന്യൂ ചെയ്തില്ലെങ്കിലോ ലൈസൻസ് കൊടുത്തില്ലെങ്കിലോ അതുവരെ ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടി മുഴുവൻ ടേക്ക് ഓവർ ചെയ്യാവുന്നതാണ്. ആരാധനാലയങ്ങൾ ടേക്ക് ഓവർ ചെയ്യാം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ടേക്ക് ഓവർ ചെയ്യാം, ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ വേണമെങ്കിലും ഇവർക്ക് ടേക്ക് ഓവർ ചെയ്യാം. മനസ്സിലായി? അപ്പോൾ അത് ന്യൂനപക്ഷ അവകാശങ്ങളുടെ മീതെയുള്ള കടന്നുകയറ്റമാണ്. വഖഫ് ബില്ല് വന്നതുപോലെ തന്നെയാണ് FCRI ബില്ല് വന്നിരിക്കുന്നത്. മനഃപൂർവ്വമായിട്ടാണ് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുകയാണ്. കൃത്യമായിട്ട് വർഗീയതയാണ്. അതിനെയാണ് എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ പറവൂരിൽ തനിക്ക് വലിയ വിജയം, ഒപ്പം തന്നെ കേരളത്തിൽ UDF 100-ലധികം സീറ്റിൽ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് അദ്ദേഹം വെച്ച് പുലർത്തുന്നത്.